നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ള ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വാനില ഫ്ലേവറുള്ളതും വാങ്ങിക്കാനുണ്ട്, അതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെ ഫ്ലേവറിലുള്ളതും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണ പ്ലം കേക്കിൻ്റെ ഒക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ആ ഒരു പിരി കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ടീ കേക്ക് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പിനടുത്ത് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. അങ്ങനെയുള്ള 1/2 കപ്പ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മുട്ട ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള ക്യാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പാനിനകത്തോട്ടേക്ക് 3 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ പഞ്ചസാരയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്യാരമൽ റെഡിയാക്കി എടുക്കാം. പക്ഷേ അതിനൊരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കേക്ക് ഒട്ടും കൊള്ളില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ പഞ്ചസാരയും നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് ഉരുകി കളർ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് കൈ കുറച്ച് ദൂരത്ത് പിടിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കൈക്കകത്തോട്ടേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ഇത്തിരി സമയം എടുക്കും ഈ പഞ്ചസാര ശരിക്കൊന്ന് മെൽറ്റായി ഇതുമായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് യോജിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 1/2 ടീസ്പൂണിനടുത്ത് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് പട്ട പൊടിച്ചതും അതുപോലെ ചുക്ക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുന്തിരി ജ്യൂസാണ്. അപ്പോൾ മുന്തിരി ജ്യൂസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസോ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മുന്തിരി ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ഉപയോഗിച്ചിട്ട് തന്നെയാണ് മുന്തിരി അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഇതിലോട്ടേക്ക് ഞാൻ നമ്മുടെ കറുത്ത ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എത്ര അളവിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം 2-3 ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നമ്മൾ സാധാരണ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓവർനൈറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് ഇതുപോലെ കുതിർത്തി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. സമയമില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറൊക്കെ ഇതുപോലെ ഒന്ന് കുതിർത്തി വെച്ചാൽ മതി. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലോട്ടേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ജ്യൂസും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെയുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജ്യൂസിൻ്റെ അളവ് പറയാൻ ഞാനൊന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് മുന്തിരി ജ്യൂസാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ക്യാരമൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പിനടുത്ത് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, അല്ലാതെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണിനടുത്ത് വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് നമുക്കൊരു 3/4 കപ്പിനടുത്ത് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക്.
അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ബാറ്റർ കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പിനടുത്ത് കൂടി ഫ്ലോർ ഒന്ന് അരിച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മുന്തിരി ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഞാൻ ജ്യൂസ് എടുത്തത് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലൂസായി പോയത് ബാറ്റർ. അപ്പോൾ നിങ്ങൾ മുന്തിരി ജ്യൂസ് ഒരു 1/4 കപ്പിനടുത്ത് എടുത്താൽ മതി, 1/2 കപ്പ് എടുക്കേണ്ട. എന്നിട്ട് ഫ്ലോർ ഞാൻ ഈ പറഞ്ഞ അളവിൽ ഒരു 3/4 കപ്പിനടുത്ത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ട്രേ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലോ ബട്ടറോ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഇല്ലയെന്നാണെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ പാത്രത്തിനകത്ത് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ബാറ്റർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏത് ട്രേ ആണെങ്കിലും 1/4 ഭാഗം മാത്രം വരെ ഒഴിച്ചു കൊടുക്കുക. ബാറ്ററും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് എയർ ബബിൾസ് ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാനാണ് ഉപയോഗിക്കുന്നത്. ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് കുക്കറിനകത്തോ അതല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിനകത്തോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒന്നുകിൽ മണലോ അതല്ലെങ്കിൽ ഉപ്പോ വെതറി കൊടുക്കാം. എന്നിട്ട് ചട്ടിയുടെ ഒക്കെ അടിയിൽ വെക്കുന്ന റിങ്ങോ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും പാത്രമൊക്കെ കമിഴ്ത്തി വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബേക്കിംഗ് ട്രേ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 45 മിനിറ്റ് തുടങ്ങി 50 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരു 50 മിനിറ്റിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കുക. അതിന് മുന്നേ തുറന്ന് നോക്കരുത്. അപ്പോൾ ഒരു 50 മിനിറ്റിന് ശേഷം നമുക്ക് റെഡിയായോ എന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് 50 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. കേക്ക് നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബേക്കിംഗ് ട്രേക്കകത്തു നിന്നൊന്ന് മാറ്റാം. കേക്ക് ഞാൻ ബേക്കിംഗ് ട്രേയിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉള്ളത്. നമ്മൾ മുട്ട ചേർത്തിട്ടില്ലെങ്കിൽ പോലും കണ്ടില്ലേ, നല്ല പഞ്ഞി പോലാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചെറിയ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പിരി കേക്ക് ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഓവനകത്താണ് ചെയ്യുന്നതെങ്കിൽ 2 സൈഡിൽ ഇതിൻ്റെ മുകൾ ഭാഗവും നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുക്കറിനകത്താകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പൊങ്ങിയ ഭാഗം ഞാൻ കട്ട് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു സൈഡിൽ ആ ഒരു ഷെയ്ഡ് ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾ ഓവനിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഷെയ്ഡിൽ തന്നെ മുകൾ ഭാഗവും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കവർ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ പിരി കേക്ക് വാങ്ങിച്ചിട്ടുള്ള പൊതി ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിലും ബട്ടർ പേപ്പറിനൊക്കെ അകത്ത് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. നമുക്ക് 2-3 ദിവസം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.